ഇരിക്കേ. മോളെ, നിന്റെ മനസ്സിലെ നന്മയ്ക്ക് ദൈവം നിനക്കൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ട്. അതിനെ നല്ല രീതിയിൽ നോക്കുക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്വമാ. ഇവിടെ ചിലരുടെ മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും ശരിയല്ലാത്തത് കൊണ്ട് ദൈവമായിട്ട് കൊടുത്ത കുഞ്ഞിനെ അതേ ദൈവമായിട്ട് തന്നെ അങ്ങ് തിരിച്ചെടുത്തു. പ്രവൃത്തി ദോഷമൊന്നല്ലാതെ എന്ത് പറയാനാ? ചെയ്ത പാപങ്ങളുടെ എല്ലാം ഫലമായിരിക്കും ദൈവം കൊടുത്തത്. ഇപ്പൊ അങ്ങനെയാ. സ്വർഗവും നരകവും ഒക്കെ ഭൂമിയിൽ തന്നെയാണല്ലോ. കാണിക്കുന്നതിന്റെയൊക്കെ ശിക്ഷ ഇവിടെ തന്നെ കിട്ടും. ആ, ഇതൊക്കെ നമ്മൾ കേട്ട കഥകളല്ലേ. ഇനി അന്ന് പ്രഗ്നന്റ് ആയിരുന്നോ എന്ന് തന്നെ ആർക്കറിയാം? മുഴുവൻ ചതിയും വഞ്ചനയാണല്ലോ മനസ്സില്. നോക്കേണ്ടി, അതൊന്നും ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് മാത്രമല്ല, എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ട് നീ കള്ളം പറയിച്ചതാണോ എന്ന് ആർക്കറിയാം? എന്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ജന്മം നിനക്ക് കുഞ്ഞുണ്ടാവാൻ പോകുന്നില്ല. നിന്റെ ജീവിതം ഇങ്ങനെ തന്നെ തൊലയും. ഒന്ന് നിർത്താമോ? ഇങ്ങനെ ഒരു ദയവില്ലാതെ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു മാഡം? ഇത്രയൊക്കെ പ്രായമായില്ലേ മാഡത്തിന്? അതിന്റെ ഒരു മര്യാദയെങ്കിലും കാണിച്ചൂടെ? നിർത്തടി. ഒറ്റ അക്ഷരം മിണ്ടിപ്പോവരുത് നീ. ഞാൻ പറയും, നിധിക്കൊരു കുഴപ്പമില്ല. നിധി ഒരു അമ്മയാവുകയും ചെയ്യും. അന്ന് ഈ പറഞ്ഞ വാക്കുകളൊക്കെ മാഡത്തിന് തിരിച്ചെടുക്കാൻ പറ്റുമോ? എടീ, ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാവോ നിനക്ക്? ചില സമയത്ത് ആരോടായാലും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടി വരും മാഡം. ഒരു കുഞ്ഞ് നഷ്ടപ്പെടുന്നതിന്റെ വേദന എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതറിയണമെങ്കിലേ ആദ്യം കുടുംബവും കുട്ടികളും ഒക്കെ വേണം. എന്താണ് നീ പറഞ്ഞത്? എന്തിനാ നിർമ്മലാമ്മയെ തല്ലാൻ കൈവങ്ങിയത്? എടാ, ഇവള് പറഞ്ഞത് നീ കേട്ടില്ലേ? അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു. നിധിയോട് അങ്ങനെയൊക്കെ പറഞ്ഞ് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നിധിക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞ് അവളെ ആക്ഷേപിച്ചു. ഒരിക്കലും കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞ് ശപിച്ചു. അപ്പോ അതൊക്കെ എന്നെയും കൂടി ബാധിക്കുന്ന കാര്യമല്ലേ?